പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, SM ഫിസിക്സ് ഓൺലൈൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. ഒരു മാതൃകാ ചോദ്യപേപ്പർ. നമ്മുടെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള ഫിസിക്സ് ഹയർ സെക്കൻഡറി പരീക്ഷ ഈ മാസം 29-ന് നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും, നമ്മുടെ കേരള സിലബസിൽ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകാ ചോദ്യപേപ്പർ തയ്യാറാക്കിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴെയായി ഗൂഗിൾ ഡ്രൈവ് ലിങ്ക്, അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ലിങ്ക് അവിടെ താഴെ നൽകിയിട്ടുണ്ട്. അത് PDF ആയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ മാതൃകാ ചോദ്യപേപ്പറിൻ്റെ ആൻസർ കീയും ഗൂഗിൾ ഡ്രൈവ് ലിങ്കായി തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആൻസർ കീയുടെ ഒരു എക്സ്പ്ലനേഷനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആദ്യം തന്നെ നല്ല ഒരു എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ്സിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുട്ടികളും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ എടുത്തതിന് ശേഷം ഈ ക്ലാസ് കാണുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ വർക്ക് ഡ്യൂറിങ് ആൻ ഐസോകോറിക് പ്രോസസ്സ്. എന്താണ് ഒരു ഐസോകോറിക് പ്രോസസ്സ് എന്ന് നിങ്ങൾക്കറിയാം. തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. ഐസോകോറിക് പ്രോസസ്സ് എന്നാൽ ദ ചേഞ്ച് ഇൻ വോളിയം ഈസ് സീറോ. ചേഞ്ച് ഇൻ വോളിയം സീറോ ആണ്. അപ്പോൾ ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ P×dV എന്നാണ്. ഇവിടെ ചേഞ്ച് ഇൻ വോളിയം ഫോർ ആൻ ഐസോകോറിക് പ്രോസസ് ദ ചേഞ്ച് ഇൻ വോളിയം ഈസ് സീറോ, സോ ദ വർക്ക് ഡൺ വിൽ ബി സീറോ. അപ്പോൾ ഒന്നാമത്തെ ആൻസർ 0 എന്നുള്ളതാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫോഴ്സസ് ഹാസ് ഷോർട്ടസ്റ്റ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻ. രണ്ടാമത്തെ ചോദ്യം. നമുക്കറിയാം അതിൽ ഏതാണ് ഏറ്റവും സ്ട്രോങ്, ഏറ്റവും വീക്ക് ഏതാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചോദ്യം അതല്ല. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫോഴ്സസ് ഹാസ് ദ ഷോർട്ടസ്റ്റ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻ. നമ്മൾ പഠിച്ചു വയ്ക്കുക. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ന്യൂക്ലിയർ ഫോഴ്സിനാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻ ഉള്ളത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചറും ന്യൂക്ലിയർ ഫോഴ്സാണ്. ഏറ്റവും ഷോർട്ടസ്റ്റ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻ, ഏറ്റവും കുറഞ്ഞ ദൂരത്ത് അതിൻ്റെ അത്രയും ശക്തമായുള്ളൊരു ഫോഴ്സ് ചെലുത്തുന്നത് ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ ആൻസർ A ആണ്. മൂന്നാമത്തെ ചോദ്യം. ഹൈവേ പോലീസ് ഡിറ്റക്ട് ഓവർ സ്പീഡിംഗ് വെഹിക്കിൾസ് ബൈ യൂസിങ്. ഈ തന്നിരിക്കുന്ന 4 കാര്യങ്ങളിൽ ഏതുപയോഗിച്ചാണ് വാഹനങ്ങളുടെ അമിത വേഗം കണ്ടെത്തുന്നത്? അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. A എന്നുള്ളത് മാഗ്നസ് എഫക്റ്റ് ആണ്. B എന്നുള്ളത് പാസ്കൽസ് ലോ. C ഡോപ്ലർ എഫക്റ്റ് ആൻഡ് D ബെർണോളിസ് തിയറം. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഡോപ്ലർ എഫക്റ്റാണ് അതിനുള്ള ആൻസർ. അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങളെ കണ്ടെത്തുന്നതിനായി പോലീസുകാർ ഉപയോഗിക്കുന്ന സ്പീഡ് ഡിറ്റക്റ്റിംഗ് മെഷീനുകൾ ഡോപ്ലർ എഫക്റ്റ് എന്നുള്ള തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 2 ഫോഴ്സസ് 3 ന്യൂട്ടൺ ആൻഡ് 4 ന്യൂട്ടൺ ആർ ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. 3 ന്യൂട്ടൺ 4 ന്യൂട്ടൺ എന്നുള്ള 2 ഫോഴ്സുകൾ പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുകയാണ്. രണ്ടും 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലറായി, മ്യൂച്വലി പെർപെൻഡിക്കുലറായി ആക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ്. നമ്മൾ ഓൾറെഡി പാരലോഗ്രാം ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ, പാരലോഗ്രാം ലോൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. റിസൾട്ടൻറ്റ് R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് P² പ്ലസ് Q² പ്ലസ് 2PQ കോസ് തീറ്റ. ഇവിടെ P എന്നുള്ളത് തന്നിട്ടുണ്ട്. എത്രയാണ്? എത്ര ന്യൂട്ടനാണ്? 3 ന്യൂട്ടനാണ്. Q എന്നുള്ളത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 4 ന്യൂട്ടനാണ്. തീറ്റ, ആംഗിൾ തീറ്റ എത്രയാണ്? ആർ ആക്ടിങ് മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 90 ഡിഗ്രിയാണ്. എങ്ങനെ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാം? റിസൾട്ടൻറ്റ് R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് P² ദാറ്റ് ഈസ് 3² പ്ലസ് Q² ദാറ്റ് ഈസ് 4² പ്ലസ് 2 × 3 × 4 × cos 90. cos 90 എത്രയാണ്? cos 90 0 ആണ്. അതുകൊണ്ട് ഇത്രയും ടേം കംപ്ലീറ്റ് എന്തായി? 0 ആയി മാറി. അപ്പോൾ ഇത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ എന്താണ് ആൻസർ? റിസൾട്ടൻറ്റ് R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3² പ്ലസ് 4² ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3² എത്രയാണ്? 9 പ്ലസ് 4² 16. സോ R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 16 എത്രയാണ്? 9 പ്ലസ് 16 25. സോ റൂട്ട് 25 ഈക്വൽ ടു 5 ന്യൂട്ടൺ. 5 ന്യൂട്ടൺ എന്നുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ഓപ്ഷൻ D ആണ്. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്.
ട്രേഡ് വിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു കണ്ടക്ഷൻ. മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റിൽ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കൺവെക്ഷൻ എന്നുള്ള ഭാഗം ആർട്ടിഫിഷ്യൽ കൺവെക്ഷനും നാച്ചുറൽ കൺവെക്ഷനും ഉണ്ട്. നാച്ചുറൽ കൺവെക്ഷൻ്റെ ഭാഗമായാണ് ട്രേഡ് വിൻഡുകൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ വ്യക്തമായി ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ട്രേഡ് വിൻസ് ആർ പ്രൊഡ്യൂസ് ഡ്യൂ ടു കണ്ടക്ഷൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. സോ ആൻസർ ഈസ് ഫാൾസ്. അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 മുതൽ 11 വരെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിലേതെങ്കിലും 5 എണ്ണം നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ 6 നിങ്ങൾ വായിക്കുക. The speed time graph for a particle moving along a fixed direction is shown in the figure below. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ആ ഒരു ചിത്രം ശ്രദ്ധിക്കുക. Calculate the distance travelled by the particle between t is equal to 0 second to t equal to 10 second. ഇവിടെ ഈ മാതൃകയിലുള്ള ഒരു ഗ്രാഫ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. നമുക്കറിയാം കാൽക്കുലേറ്റ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ ആണ്. ഡിസ്റ്റൻസ് ആണെങ്കിലും ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലും വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെങ്കിൽ സ്പീഡ് ടൈം ഗ്രാഫിന് കീഴിൽ വരുന്ന ഏരിയ എന്നുള്ളത് അവിടുത്തെ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റോ ആണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ കർവിന് താഴെ വരുന്ന കംപ്ലീറ്റ് ഏരിയ നമുക്ക് കണ്ടെത്തേണ്ട ഡിസ്റ്റൻസാണ്. അപ്പോൾ നോക്കുക, പാർട്ടിക്കിൾ 0 മുതൽ 10 വരെയാണ്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ കർവിന് താഴെയുള്ള ഏരിയ എന്നുള്ള ട്രയാങ്കിളാണ്. എന്താണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്താണ്? ഹാഫ് ബി എച്ച് എന്നാണ് ഇക്വേഷൻ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് എത്രയാണ്? ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാണ്? 0 to 10 ആണ്. സോ 10 ആണ് ബേസ്. സോ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയാണ്? 12 ആണ്. സോ ഹാഫ് ഇൻറ്റു, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് 2 5 ഇൻറ്റു 12 60. സോ എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആണ്? 60 മീറ്ററാണ് ഇതിൻ്റെ ആൻസർ. 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 60 മീറ്ററാണ്. ഓക്കെ, നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Displacement s of a body in time t is given by s is equal to a t square plus b into t. Find the dimensions of a and b. ഡയമെൻഷൻ അനാലിസിസുമായി ബന്ധമുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഞാൻ ആ ചോദ്യം ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എസ് ഈസ് ഈക്വൽ ടു എന്താ ചോദ്യം? എ ടി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ടി. ഇവിടെ നമ്മൾ ഏത് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്? ഹോമോജീനിറ്റി പ്രിൻസിപ്പിളാണ്. എന്താണ് ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ? ഫോർ എൻ ഇക്വേഷൻ ടു ബി വാലിഡ് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ. ഈ ഇക്വേഷൻ്റെ LHSലുള്ള അതേ ഡയമെൻഷൻ ആയിരിക്കണം ഇക്വേഷൻ്റെ RHSലുള്ള ഓരോ ടേമുകൾക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ കാണാം. ഡയമെൻഷൻ ഓഫ് എസ് മസ്റ്റ് ബി ഈക്വൽ ടു ദി ഡയമെൻഷൻ ഓഫ് എ ടി സ്ക്വയർ പ്ലസ് ദി ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ടി. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയമെൻഷൻ തന്നെയായിരിക്കണം എ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ, അതേ ഡയമെൻഷൻ തന്നെയായിരിക്കണം ബി ഇൻറ്റു ടീൻ്റെ ഡയമെൻഷൻ. നമ്മുടെ ചോദ്യം എ എന്നുള്ളതിൻ്റെയും ബി എന്നുള്ളതിൻ്റെയും ഡയമെൻഷൻ എന്താണെന്നാണ് ചോദ്യം. സോ ദ ഡയമെൻഷൻ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എൽ ആണ്. അത് തന്നെ ആയിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ. സോ ഡയമെൻഷൻ ഓഫ് എ ടി സ്ക്വയർ മസ്റ്റ് ബി ഈക്വൽ ടു എൽ. ദ ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ടി must be equal to L. ഡയമെൻഷൻ ഓഫ് എസ് എൽ തന്നെയാണ്. ഡയമെൻഷൻ ഓഫ് എ ടി സ്ക്വയർ ഞാൻ ഇവിടെ എഴുതാം. ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ. എന്താ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ? ടി സ്ക്വയർ തന്നെയാണ്, ടൈമിൻ്റെ സ്ക്വയർ ആണ്. ഈസ് ഈക്വൽ ടു എൽ. അപ്പോൾ എന്തായിരിക്കും എൻ്റെ ഡയമെൻഷൻ കിട്ടുക? ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് എൽ ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ. ദാറ്റ് ഈസ് എൽ ടി റേസ് ടു -2. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ നമുക്ക് കിട്ടി. ഇനി അടുത്ത ഇത് കാണണം, ഡയമെൻഷൻ ഓഫ് ബി കാണണം. എങ്ങനെ ഡയമെൻഷൻ ഓഫ് ബി കാണുക? ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൽ. ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ. സോ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി, ദാറ്റ് ഈസ് എൽ ടി റേസ് ടു -1. അപ്പോൾ 2 ഡയമെൻഷനുകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് എ എന്നുള്ളതിൻ്റെ ഡയമെൻഷൻ, മറ്റൊന്ന് ബി എന്നുള്ളതിൻ്റെ ഡയമെൻഷൻ. എ എന്നുള്ളതിൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2, ബി എന്നുള്ള ഡയമെൻഷൻ എൽ ടി റേസ് ടു -1. അപ്പോൾ നമ്മൾ 7ാമത്തെ ചോദ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത 8ാമത്തെ ചോദ്യമാണ്. ഗീവ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ നെറ്റ് ഫോഴ്സ് ഓൺ എ സ്റ്റോൺ ഓഫ് മാസ് 0.1 kg. 2 ചോദ്യങ്ങളാണ്. Just after it is dropped from the window of a train accelerating 1 meter per second square.
അപ്പോൾ ഇവിടെ മാസ് തന്നിട്ടുണ്ട്. മാസ് m equal to 0.1 kg. ഒന്നാമത്തെ ഓപ്ഷൻ, ജസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ വിൻഡോ ഓഫ് എ ട്രെയിൻ ആക്സലറേറ്റിംഗ് 1 m/s². ട്രെയിൻ മൂവ് ചെയ്യാണ്, പക്ഷെ ട്രെയിനിൽ നിന്നൊരു കല്ല് താഴേക്കാണ് ഇടുന്നത്. അപ്പോൾ ട്രെയിൻ കല്ല് താഴേക്ക് ഇടുന്നത് കൊണ്ട് തന്നെ ആ കല്ലിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്നുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ദാറ്റ് ഈസ് m × g ആണ്. ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കല്ല് ഇവിടുന്ന് താഴേക്കാണ് നീങ്ങുന്നത്. സോ m × g. m എത്രയാണ്? 0.1 × g എത്രയാണ്? 9.8. സോ ദി ആൻസർ ഈസ് 0.98 ന്യൂട്ടൺ. അടുത്ത ചോദ്യം, lying on the floor of the train which is accelerating with 1 m/s², the stone being at rest relative to the train. അതായത് ട്രെയിനിൻ്റെ ഫ്ലോറിൽ ഈ കല്ല് ഇരിക്കുകയാണ്. ഈ കല്ലിരിക്കുന്ന സമയത്ത് ട്രെയിൻ 1 m/s² ആക്സലറേഷൻ ട്രെയിൻ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ കല്ല് ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ കല്ലിന് അതിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, mg. For every action there is an equal and opposite reaction, so there will be a reactive force R. അപ്പോൾ ഈ സമയത്ത് ഈ എം ജിയും റിയാക്റ്റീവ് ഫോഴ്സും ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. ഇനി ഈ ട്രെയിൻ, ഈ കല്ലിൻ്റെ മാസ് എത്രയാണ്? m is equal to 0.1 kg ആണ്. സോ ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഈസ് ഡ്യൂ ടു ദി ആക്സലറേഷൻ 1 m/s². ട്രെയിനിൻ്റെ ആക്സലറേഷൻ മുഖേന കല്ലിനുണ്ടാവുന്ന ഫോഴ്സാണ് ഇനി അതിലുണ്ടാവുക. ട്രെയിനിനോട് ആസ്പദമായി കല്ല് നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ F = m × a. സോ m എത്രയാണ്? 0.1 × എത്രയാണ് ഇതിൻ്റെ ആക്സലറേഷൻ ട്രെയിനിൻ്റെ? 1 m/s². സോ ദ ആൻസർ ഈസ് 0.1 ന്യൂട്ടൺ. F is equal to 0.1 ന്യൂട്ടൺ ആൻഡ് ദ ഡയറക്ഷൻ ഏതായിരിക്കും? ഈസ് along the direction of the motion of the train. ട്രെയിൻ സഞ്ചരിക്കുന്ന ദിശയിലായിരിക്കും ഈ ഫോഴ്സ്. കാരണം ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഏതാണ്? 1 m/s² റൈറ്റ് സൈഡിലേക്കാണ്. അതേ സൈഡിലേക്ക് തന്നെ ആയിരിക്കും ഈ ഫോഴ്സ്, ഈ കല്ല് നീങ്ങാനുള്ള ഫോഴ്സ് ഉണ്ടാവുക. അടുത്ത 9ാമത്തെ ചോദ്യം, ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്സ് ഫോർ 2 മെറ്റീരിയൽസ് A and B ആർ ഷോൺ ബിലോ. 2 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്, വിച്ച് ആർ ഡ്രോൺ യൂസിങ് ദ സെയിം സ്കെയിൽ. ഒരേ സ്കെയിലിങ്ങിലാണ് ആ ഗ്രാഫുകൾ വരച്ചിട്ടുള്ളത്. വിച്ച് വൺ ഈസ് മോർ ഇലാസ്റ്റിക് ആൻഡ് വൈ? ഇവിടെ 9ാമത്തെ ചോദ്യത്തിൽ 2 ഗ്രാഫ് തന്നിട്ടുണ്ട്, ഗ്രാഫ് എ ആൻഡ് ഗ്രാഫ് ബി. ഗ്രാഫ് എക്ക് സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് അത്രത്തോളം സ്ട്രെയിൻ ഇവിടെ അല്ല. അപ്പോൾ സ്ട്രെസ്സ് കൂടുതലും സ്ട്രെയിൻ കുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൂടുതൽ ഏതിനായിരിക്കും? എക്കായിരിക്കും. ഇവിടെ ബി എന്നുള്ള ഗ്രാഫിൽ സ്ട്രെസ്സിനനുസരിച്ച് തന്നെ ഇവിടെ സ്ട്രെയിൻ ഉണ്ട്, കാരണം ഇവിടെ കൂടുതൽ സ്ട്രെയിൻ ഉണ്ട്. ഈ എ എന്നുള്ള ഗ്രാഫിനേക്കാൾ സ്ട്രെയിൻ കൂടുതൽ ബി എന്നുള്ള ഗ്രാഫിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് ബൈ സ്ട്രെയിൻ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കുറവ് ഗ്രാഫ് ബി എന്നുള്ളതിനാണ്. വിച്ച് വൺ ഈസ് മോർ ഇലാസ്റ്റിക്? ദ മെറ്റീരിയൽ വിച്ച് ഹാസ് more modulus of elasticity, it is more elastic. So A is more elastic than B. A എന്നുള്ള മെറ്റീരിയൽ ബി എന്നുള്ള മെറ്റീരിയലിനേക്കാൾ ഇലാസ്റ്റിക് ആണ്. അടുത്ത 10ാമത്തെ ചോദ്യം, എ ഹെവി ആൻഡ് എ ലൈറ്റ് ബോഡി ഹാവ് സെയിം കൈനറ്റിക് എനർജി, വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ മൊമെൻറ്റം ആൻഡ് വൈ? കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും ബന്ധിപ്പിക്കുന്ന ഇക്വേഷനാണ് K is equal to p²/2m. ഇതെല്ലാവരും പഠിച്ചു വെക്കേണ്ട, കുട്ടികൾ ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷനാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m. അപ്പോൾ p² എന്താണ്? 2m × ke. ഓർ p ഈസ് ഈക്വൽ ടു, p എന്താണ്? മൊമെൻറ്റമാണ്. മൊമെൻറ്റം ഈസ് ഈക്വൽ ടു √2m ke. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണ്. മൊമെൻറ്റത്തെയും കൈനറ്റിക് എനർജിയെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷനാണ് p ഈസ് ഈക്വൽ ടു √2m ke. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എ ഹെവി ബോഡി ആൻഡ് ലൈറ്റ് ബോഡി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഹെവി ബോഡി ആൻഡ് ലൈറ്റ് ബോഡി. ഹെവി ബോഡി എന്നുള്ളതിൻ്റെ മാസ് m1 ആണ്, ലൈറ്റ് ബോഡി എന്നുള്ളതിൻ്റെ മാസ് m2 ആണ്. ഹെവി ബോഡി എന്നുള്ളതിൻ്റെ മൊമെൻറ്റം p1 ആണ്, ലൈറ്റ് ബോഡി എന്നുള്ളതിൻ്റെ മൊമെൻറ്റം p2 ആണ്. ഹെവി ബോഡി എന്നുള്ളതിൻ്റെ കൈനറ്റിക് എനർജി ke1 ആണ്, ലൈറ്റ് ബോഡിയുടെ ke2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം എനിക്ക് ഹെവി ബോഡി എന്നുള്ളതിൻ്റെ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എഴുതണം. p1 ഈസ് ഈക്വൽ ടു √2m1 ke1. ശരിയല്ലേ? p1 ഈക്വൽ ടു √2m ke1. p2 എന്തായിരിക്കും? ഇതേ മാതൃകയിൽ 2m2 ke2. കൈനറ്റിക് എനർജി ഓഫ് സെക്കൻഡ് ബോഡി ഓർ ലൈറ്റർ ബോഡി.
ഇവിടെ എ ഹെവി ബോഡി ആൻഡ് ലൈറ്റ് ബോഡി ഹാവ് സെയിം കൈനറ്റിക് എനർജി എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടിൻ്റെയും കൈനറ്റിക് എനർജി സെയിം ആണ്. സോ കൈനറ്റിക് എനർജി 1 ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി 2. P1 എന്നുള്ള ഇക്വേഷനെ P2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് P1 ബൈ P2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2mKE1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2mKE2. 2m1KE1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2m2KE2. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ കൈനറ്റിക് എനർജി 1ഉം കൈനറ്റിക് എനർജി 2ഉം സെയിം ആയതുകൊണ്ട് എനിക്കിവിടെ ക്യാൻസൽ ചെയ്യാം. റൂട്ട് 2ഉം ക്യാൻസൽ ചെയ്തു. ഇനി എന്താണ് ആൻസർ വന്നിരിക്കുന്നത്? ആൻസർ ഈസ് ഈ സൈഡിൽ എഴുതാം P1 ബൈ P2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് m1 ബൈ റൂട്ട് m2 ഓർ ഇറ്റ് ഈസ് ഹോൾ റൂട്ട് m1 ബൈ m2. ഇപ്പം നമുക്കറിയാം m1 എന്നുള്ള മാസ് കൂടുതലാണ് m2 എന്നുള്ള മാസിനേക്കാൾ. ഇത് ഹെവി ബോഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതിൻ്റെ മൊമെൻ്റ് ആയിരിക്കും കൂടുതൽ? m1 എന്നുള്ള ബോഡിയുടെ മൊമെൻ്റം ആയിരിക്കും കൂടുതലുണ്ടാവുക. ഇനി നമ്മൾ 11ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇഫ് എ ട്യൂണിംഗ് ഫോർക്ക് ഈസ് ഹെൽഡ് എബവ് എ റെസൊണൻസ് കോളം ദെൻ മാക്സിമം സൗണ്ട് ക്യാൻ ബി ഹേർഡ് അറ്റ് എ സർട്ടൺ ഹൈറ്റ് ഓഫ് ദി എയർ കോളം. വേവ്സ് എന്നുള്ള ചാപ്റ്ററിലെ ചോദ്യമാണ്. അതിൽ എ എന്നുള്ള ചോദ്യം, നെയിം ദ ടൈപ്പ് ഓഫ് വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എയർ കോളം. നമുക്കറിയാം സൗണ്ട് എന്നുള്ളത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. നമ്മൾ മെയിനായി 2 പ്രധാനപ്പെട്ട ടൈപ്പ് വേവുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവും ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. നമുക്കറിയാം സൗണ്ട് വേവ് എന്നുള്ളത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ ട്യൂണിംഗ് ഫോർക്ക് എന്നുള്ളത് വർക്ക് ചെയ്യുമ്പോൾ സൗണ്ടാണ് ഉണ്ടാവുന്നത്. സോ അവിടുത്തെ ടൈപ്പ് ഓഫ് വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എയർ കോളം ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. രണ്ടാമത്തെ ബി എന്നുള്ള ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ബീറ്റ്സ്? വെൻ സൗണ്ട് വേവ്സ് ഓഫ് നിയർ ബൈ ഫ്രീക്വൻസീസ് ഇൻ്റർഫിയർ. ഏകദേശം തൊട്ടടുത്ത് വരുന്ന 2 സൗണ്ട് വേവുകൾ കൂടിച്ചേരുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് 500 ഹെർട്സ് എന്നുള്ള സൗണ്ടും 503 എന്നുള്ള സൗണ്ടും, ഈ 2 സൗണ്ടുകൾ തൊട്ടടുത്ത് ഒരേ സമയം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഹിയർ എ വേക്സിങ് ആൻഡ് വെയിനിങ് ഓഫ് സൗണ്ട്. നമുക്ക് സൗണ്ട് കൂടുന്നതും കുറയുന്നതുമായിട്ടുള്ള എഫക്റ്റ് നമുക്ക് ചെവിയിൽ കേൾക്കാൻ സാധിക്കും. ആ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ്. അടുത്തതായി 12 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിലേതെങ്കിലും 5 ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് മെഷേർഡ് ആസ് 3.405 സെൻറ്റിമീറ്റർ. എ എന്നുള്ള ചോദ്യം, ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ദർ ഇൻ ദ മെഷർമെൻറ്റ്? 12ാമത്തെ ചോദ്യത്തിൽ 3.405 സെൻറ്റിമീറ്ററാണ്. എ എന്നുള്ള ചോദ്യം, എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഇതിലുള്ളത്? 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് ആൻസർ. കാരണം ഇവിടെ 0 വരുന്ന സമയത്താണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ഇവിടെ 0 വന്നുള്ളത് 2 സംഖ്യകൾക്കിടയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എന്തായിട്ട് പരിഗണിക്കാം? അതിനെ സിഗ്നിഫിക്കൻ്റായി പരിഗണിക്കാം. സോ ദ ആൻസർ ഈസ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി അടുത്ത ചോദ്യം, ബി എന്നുള്ള ചോദ്യം, ഇഫ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ദി സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് 3%, ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ വോളിയം. ക്യൂബ് എന്നുള്ളതിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എ ക്യൂബ് എന്നുള്ളതാണ്. ക്യൂബിൻ്റെ വോളിയം എ ക്യൂബാണ്. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു എ ക്യൂബ്. ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ഫൈൻഡിങ് ദിസ് വോളിയം. ദാറ്റ് ഈസ് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100% ഈസ് ഈക്വൽ ടു എത്രയാണോ പവർ, ഇവിടെ പവർ എത്രയാണ്? 3 ആണ്. 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100%. ഇതാണ് തന്നെ നിയമം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക? നമുക്ക് തന്നുള്ളത് എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100%. ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ദ സൈഡ് ഈസ് ഗിവൺ ആസ് 3%. 3% ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പകരം ഇവിടെ 3% സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100% ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3%. ദ ആൻസർ ഈസ് 9%. 9% 12ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. നമ്മൾ 13ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സബ്സ്റ്റൻസസ് വിച്ച് ആർ സ്ട്രെച്ച്ഡ് ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് വിത്ത് സ്മോൾ സ്ട്രെസ് ഈസ് കോൾഡ്. കുറഞ്ഞ സ്ട്രെസ്സും കൂടുതൽ സ്ട്രെയിനുമുള്ള വസ്തുക്കൾക്ക് നമ്മൾ എന്ത് വിളിക്കും? അത്തരം വസ്തുക്കളെയാണ് നമ്മൾ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുക. എന്താണ്? ഇലാസ്റ്റോമർ. അടുത്ത് ബി എന്നുള്ള ചോദ്യം, ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഈസ് 2 × 10⁹ N/m². ഫൈൻഡ് ദ കംപ്രസിബിലിറ്റി. എന്താണ് കംപ്രസിബിലിറ്റി? കംപ്രസിബിലിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്.
എത്രയാണോ ബൾക്ക് മോഡുലസ് 1 ബൾക്ക് മോഡുലസ് ആണ് കംപ്രസിബിലിറ്റി. ദാറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. ഇവിടെ ബൾക്ക് മോഡുലസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ 1 ഡിവൈഡഡ് ബൈ എത്രയാണ് ബൾക്ക് മോഡുലസ്? 2 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ 1/2 ഈസ് 0.5. 10⁹ മുകളിലേക്ക് എഴുതുമ്പോൾ 10⁻⁻9 N/-1 മീറ്റർ സ്ക്വയർ. അടുത്ത സി എന്നുള്ള ചോദ്യം, സ്റ്റീൽ ഓർ റബ്ബർ വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, എക്സ്പ്ലെയിൻ. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. കാരണം ദ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് വെരി ഗ്രേറ്റർ ദാൻ ദ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ. സ്റ്റീൽ എന്നുള്ളതിൻ്റെ യങ്സ് മോഡുലസ് റബ്ബർ എന്നുള്ളതിൻ്റെ യങ്സ് മോഡുലസിനേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. ഏത് വസ്തുവിനാണോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൂടുതൽ അതായിരിക്കും ഏറ്റവും ഇലാസ്റ്റിക്കായി വരിക. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് ചേഞ്ചസ് വിത്ത് ഹൈറ്റ് ആൻഡ് ഡെപ്ത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത് പ്ലസ് 1-ലെ. ദ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് ആൻഡ് ഡെപ്ത്, വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് ആൻഡ് ഡെപ്ത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത് ആൻഡ് വൈ? വെയിറ്റ് ഓഫ് ദ ബോഡി, വെയിറ്റ് ഈസ് ഇക്വൽ ടു എഫ് ഈസ് ഇക്വൽ ടു mg. ഇതാണ് വെയിറ്റിൻ്റെ ഇക്വേഷൻ. വെയിറ്റ് ഈസ് ഇക്വൽ ടു, വെയിറ്റ് എന്നുള്ളത് ഫോഴ്സാണ്, ഇറ്റ് ഈസ് ഇക്വൽ ടു m × g. ഇനി വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത്? ഭൂമിക്ക് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിരിക്കുന്ന വസ്തുവിൻ്റെ വെയിറ്റ് എത്രയാണ്? ഇവിടെ ജീൻ്റെ വാല്യൂ എത്രയാണ്? അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത് ഇറ്റ് ഈസ് 0. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത് 0 ആണ്. സോ വെയിറ്റ് ഈസ് ഈക്വൽ ടു 0. ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 1/4 ദാറ്റ് അറ്റ് ദ സർഫസ് ഓഫ് എർത്ത്. നമ്മൾ പഠിച്ച ഒരു ഇക്വേഷനാണ് G ഈസ് ഈക്വൽ ടു gm/r². ഇത് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണ്. ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് G അറ്റ് എ ഹൈറ്റ്? സോ GH ഈസ് ഈക്വൽ ടു gm/r+h². ഇത് രണ്ടും നിങ്ങൾ പഠിച്ച രണ്ട് ഇക്വേഷൻസാണ്. നമ്മൾക്ക് തന്നിരിക്കുന്നതാണ് find the height at which the acceleration due to gravity is 1/4 at that the surface of earth. So GH എന്നുള്ളത് 1/4 of G ആണ്. ഏതൊരു ഹൈറ്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യഥാർത്ഥത്തിലുള്ള 9.8 എന്ന വാല്യൂവിൻ്റെ 1/4 ആണ് ഏതൊരു ഹൈറ്റിലുള്ളത്. അങ്ങനെയാണ് ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യാം? ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് gm/r+h² ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു gm/r². gm ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്കിവിടെ എഴുതാം 1/r+h² ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 1/r². ഈ ഇക്വേഷന് ടോട്ടലി നമ്മൾ റൂട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ സ്ക്വയറിന് റൂട്ട് വരുന്ന സമയത്ത് 1/r+h ആവും. ഈസ് ഈക്വൽ ടു 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. ഇൻറ്റു r²ൻ്റെ റൂട്ട് എത്രയാണ്? 6 ആണ്. സോ 1/r+h ഈക്വൽ ടു 1/2r. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2r ഈസ് ഈക്വൽ ടു r+h. ഓർ ഈ ആറിനെ അങ്ങോട്ട് കൊണ്ടുവരിക. 2r - r ഈസ് ഈക്വൽ ടു h. 2r - r എത്രയാണ്? 6 ആണ്. r ഈസ് ഈക്വൽ ടു h എന്ന് പറഞ്ഞാൽ ഏത് ഹൈറ്റാണോ ഭൂമിയുടെ റേഡിയസിന് ഈക്വലായി വരുന്നത് ആ ഹൈറ്റിൽ ഉള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ളത് g/4 ആയിരിക്കും. അടുത്ത് നമ്മൾ 15ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. എ മെറ്റൽ സ്പിയർ ഓഫ് ഡെൻസിറ്റി റോ ആൻഡ് റേഡിയസ് a ഈസ് ഫാളിംഗ് ത്രൂ ആൻ ഇൻഫിനിറ്റ് കോളം ഓഫ് ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി സിഗ്മ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ. നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോക്സ് ലോയിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിലെ സ്റ്റോക്സ് ലോ എന്നുള്ളത് ബേസ് ചെയ്തൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അതിൽ എ എന്നുള്ള ചോദ്യത്തിലേക്ക് പോവാം. നെയിം ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സ്പിയർ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഈ ചോദ്യത്തിൽ ഒരു ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട്, ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ലിക്വിഡിൻ്റെ ഡെൻസിറ്റി സിഗ്മയാണ്. ഇവിടെ സ്പിയറിൻ്റെ ഡെൻസിറ്റി റോയും സ്പിയറിൻ്റെ റേഡിയസ് എയുമാണ്. ഇവിടെ 3 ഫോഴ്സുകളാണ് ഈ സ്പിയറിൽ ആക്ട് ചെയ്യുക. ഒന്ന് സ്പിയറിൻ്റെ വെയിറ്റ് ഡൗൺവേർഡ്സ്,
മറ്റൊന്ന് ബോയൻ ഫോഴ്സ്. ഈ സ്പിയർ താഴേക്ക് നീങ്ങുമ്പോൾ അതിന് എതിർ ദിശയിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പ്രകാരം ഇവിടെ ഉണ്ടാവുന്ന ഒരു ബോയൻ ഫോഴ്സ് എതിർ ദിശയിലുണ്ടാവും. കൂടാതെ സ്റ്റോക്സ് നിയമത്തിൽ പറയുന്ന ഒരു വിസ്കസ് ഫോഴ്സും ഈ പറയുന്ന സ്പിയറിൽ മുകളിലേക്ക് ഉണ്ടാവും. സോ 3 ഫോഴ്സുകളാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് വെയ്റ്റ്, സെക്കൻഡ് വൺ ഈസ് ബോയൻ ഫോഴ്സ്, തേർഡ് വൺ ഈസ് വിസ്കസ് ഫോഴ്സ്. 3 ഫോഴ്സുകളാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സ്റ്റോക്സ് തിയറം ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദി ടെർമിനൽ വെലോസിറ്റി ഓഫ് ദി സ്പിയർ. എന്താണ് ടെർമിനൽ വെലോസിറ്റി എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ പറയുന്ന 3 ഫോഴ്സുകളും ബാലൻസ്ഡ് ആകുമ്പോൾ ഈ സ്പിയർ ഒരേ വെലോസിറ്റിയിൽ ഈ പറയുന്ന ലിക്വിഡിനകത്തുകൂടെ താഴേക്ക് നീങ്ങും. ആ വെലോസിറ്റിക്ക് പറയുന്നൊരു പേരാണ് ഇറ്റ് ഇസ് കോൾഡ് ദ ടെർമിനൽ വെലോസിറ്റി. ആ ടെർമിനൽ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടെത്താനാണ് നമ്മുടെ ചോദ്യം. ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആ ഡെറിവേഷൻ നമ്മുടെ ടെക്സ്റ്റിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എഴുതാം. അത് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ്. ടെർമിനൽ വെലോസിറ്റി കണ്ടെത്തുന്ന സമയത്തുള്ള ഒരു കണ്ടീഷനാണ്. ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്തുള്ള സ്പിയറിൻ്റെ കണ്ടീഷനാണിത്. വെയിറ്റ് ഓഫ് ദി സ്പിയർ ഈസ് ഈക്വൽ ടു ദി വിസ്കസ് ഫോഴ്സ് പ്ലസ് ബോയൻ ഫോഴ്സ്. ഇവിടെ വെയിറ്റ് ഓഫ് ദി സ്പിയർ എന്നുള്ളത് mg ആണ്. വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ 6π∗eV. സ്റ്റോക്സ് നിയമത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ് 6π∗eV പ്ലസ് ബോയൻ ഫോഴ്സ് എന്നുള്ളത് ഇറ്റ് ഈസ് m'(g). mg is equal to 6π∗eV പ്ലസ് m'(g). മാസ് എന്ന് കഴിഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. സോ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു g. വോളിയം ഓഫ് ദ സ്പിയർ ഇൻറ്റു ഡെൻസിറ്റി ദാറ്റ് ഈസ് റോ ഇൻറ്റു g ഈസ് ഈക്വൽ ടു 6π∗eV പ്ലസ് വോളിയം ഓഫ് ദി സ്പിയർ ഇൻറ്റു സിഗ്മ ദാറ്റ് ഈസ് ദി density of the liquid displaced into g. So volume into rho into g, v into rho into g minus ഈ ടേമിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ v into sigma into g is equal to 6π∗eV. വോളിയം എന്നുള്ളത് നമ്മൾ ഇവിടെ ദാറ്റ് ഈസ് വോളിയം ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു g is equal to 6π∗eV. ഇവിടെ വോളിയം എന്നുള്ളത് സ്പിയറിൻ്റെ ആയതുകൊണ്ട് 4/3πa³. കാരണം എ എന്നുള്ള റേഡിയസുള്ള സ്പിയർ ആണ്. സോ 4/3πa³ ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു 6π∗eV. സോ വി ഈസ് ഈക്വൽ ടു നമ്മൾ വി സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2/9a² ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഈറ്റ, where eta is called the coefficient of viscosity. ഇക്വേഷൻ ഈ ഡെറിവേഷൻ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം. ആ ഡെറിവേഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. We are moving to the 16th question. Under what condition will the equality modulus of a cross b is equal to modulus of a dot b? വെക്റ്റർ പ്രൊഡക്റ്റും സ്കേലാർ പ്രൊഡക്റ്റുമാണ്. അത് എപ്പോഴാണ് ഈക്വൽ ആവുന്നതാണ് ചോദ്യം. മോഡുലസ് ഓഫ് എ ക്രോസ് ബി. എന്താണ് എ ക്രോസ് ബി? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ. ഇനി അത് മാഗ്നിറ്റ്യൂഡ് മാത്രമായതുകൊണ്ട് വെക്റ്റർ എൻ ക്യാപ്പ് എന്നുള്ളത് എടുക്കണം എന്നില്ല. കാരണം മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മുടെ ചോദ്യം, ഡയറക്ഷൻ ഇല്ല. ആൻഡ് എ ഡോട്ട് ബി. എന്താണ് എ ഡോട്ട് ബി? എ ബി കോസ് തീറ്റ. ഇതിൻ്റെ ഇക്വാലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് രണ്ടും ഈക്വലാണ്. സോ എ ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. എ ബി ക്യാൻസൽ ചെയ്യാം. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. സോ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി വരുന്ന സമയത്താണ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ വരിക. തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. കോസ് സൈൻ 45 ദാറ്റ് ഈസ് 1/√2. കോസ് 45 അതും 1/√2. തീറ്റ 45 ആകുമ്പോഴാണ് ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. അടുത്ത 16ാമത്തെ ബി എന്നുള്ള ചോദ്യം. 2 ഫോഴ്സസ് 5 ന്യൂട്ടൺ ആൻഡ് 7 ന്യൂട്ടൺ ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 ഡിഗ്രി. ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്. ഇതേ മാതൃകയിലുള്ള ചോദ്യം നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പാരലോഗ്രാം ലോ വെച്ച് സോൾവ് ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിക്കാം. 16 ബി എന്നുള്ള ചോദ്യമാണ്. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് p² പ്ലസ് q² പ്ലസ് 2pq കോസ് തീറ്റ. ഫോർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. സോ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ 2 വെക്റ്റേഴ്സാണ് തന്നുള്ളത്. പി എന്നുള്ളത് 5 ന്യൂട്ടനും ക്യൂ എന്നുള്ളത് 7 ന്യൂട്ടനുമാണ്. ആംഗിൾ 60 ഡിഗ്രിയാണ്. സോ പി എന്നുള്ളതിന് പകരം 5 കൊടുക്കുക. സോ 5² പ്ലസ് 7² പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു കോസ് 60. എത്രയാണ് കോസ് 60?
1/2 ആണ്. സോ 5 square 25 plus 7 square 49 plus 2 into 5 into 7 into 1/2. So 1/2 and 2 cancel each other. So root of 25 plus 49 plus 35. The answer is root 109. The answer is root 109 and the answer is 10.44 Newton. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങളതിൻ്റെ ആൻസർ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. റൂട്ട് 109 അതിൻ്റെ റൂട്ട് കാണുന്ന സമയത്ത് 10.44 ന്യൂട്ടൺ എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് 16ാമത്തെ ചോദ്യം ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ 17ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കണ്ടക്ഷൻ ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ സോളിഡ്സ്. 2 ചോദ്യങ്ങളാണ്. റൈറ്റ് ദ യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിലെ ചോദ്യമാണ്. റൈറ്റ് ദ യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. അതിൽ ഒന്നാമത്തെ 17ൽ 1 എന്നുള്ള ചോദ്യം, വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി? നമുക്ക് എഴുതാം. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ലോയാണ്. ദ ഹീറ്റ് ട്രാൻസ്ഫേർഡ് പെർ യൂണിറ്റ് ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ, മോറോവർ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. സോ ഇത് പ്രൊപ്പോർഷണാലിറ്റി റിലേഷനാണ്. നമുക്കിതിന് ഇക്വേഷനാക്കി മാറ്റണം. സോ h/t ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് k ഇൻറ്റു a ഇൻറ്റു T2 മൈനസ് T1/L. ഡയറക്റ്റായി നിങ്ങൾക്ക് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം. ഇനി അല്ല, ഈ പറഞ്ഞ മെത്തേഡിനാണെങ്കിൽ നമുക്കിത് കണ്ടെത്താൻ എളുപ്പമാണ്. അപ്പോൾ h/t ഈസ് ഈക്വൽ ടു k ഇൻറ്റു a ഇൻറ്റു T2 മൈനസ് T1/L. എങ്ങനെ k കണ്ടുപിടിക്കാം? k ഈസ് ഈക്വൽ ടു h/t ഇൻറ്റു L ഡിവൈഡഡ് ബൈ a ഇൻറ്റു T2 മൈനസ് T1. ഇവിടെ k എന്നുള്ളതിനാണ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുക. ഈ k എന്നുള്ളതിൻ്റെ യൂണിറ്റാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് ഹീറ്റ് ബൈ ടൈമാണ്. ഹീറ്റ് ട്രാൻസ്ഫേർഡ് പെർ യൂണിറ്റ് ടൈം. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. സോ ഹീറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ഡിവൈഡഡ് ബൈ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ യൂണിറ്റ് കെൽവിൻ. സോ മീറ്റർ ആൻഡ് മീറ്റർ സ്ക്വയർ മീറ്റർ ക്യാൻസൽ ചെയ്യും. ലാസ്റ്റ് യൂണിറ്റ് ഈസ് ജൂൾ പെർ സെക്കൻഡ് മീറ്റർ കെൽവിൻ. ജൂൾസ് പെർ സെക്കൻഡിനെയാണ് നമ്മൾ വാട്ട് എന്ന് പറയുക. സോ വാട്ട് ഡിവൈഡഡ് ബൈ മീറ്റർ ഇൻറ്റു കെൽവിൻ. W/m ഇൻറ്റു k or Wm⁻⁻1 k⁻⁻1. ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. അടുത്തതായി ചോദിച്ചുള്ളത് 17B ആണ്. ബേൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റീം ഈസ് സിവിയർ ദാൻ പ്രൊഡ്യൂസ്ഡ് ബൈ ബോയിലിംഗ് വാട്ടർ. വൈ? തിളച്ച വെള്ളത്തിനേക്കാൾ നമുക്ക് പൊള്ളലിന് ആഘാതം കൂടുക ആവി തട്ടിയുള്ള പൊള്ളലിനാണ്. കാരണം ആവി എന്നുള്ളത് വേപ്പറാണ്. ലേറ്റൻറ്റ് ഹീറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. ദ ഹീറ്റ് എനർജി റിക്വയർഡ് ഫോർ ദി സ്റ്റേറ്റ് ചേഞ്ച് ഓർ ഫേസ് ചേഞ്ച് ഈസ് കോൾഡ് ലേറ്റൻറ്റ് ഹീറ്റ്. 1 കിലോഗ്രാം വെള്ളം, തിളയ്ക്കുന്ന വെള്ളം, 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ ഉൾക്കൊള്ളുന്ന ഹീറ്റിനേക്കാൾ 22.6 ഇൻറ്റു 10⁵ ജൂൾസ് അധികം ഉണ്ടായിരിക്കും 1 കിലോഗ്രാം സ്റ്റീമിൽ. വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കണം. 1 കിലോഗ്രാം 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്ന 1 കിലോഗ്രാം ജലത്തിൽ ഉള്ള ഹീറ്റിനേക്കാൾ 22.6 ഇൻറ്റു 10⁵ ജൂൾസ് അധികം ഉണ്ടായിരിക്കും ഏതിൽ? 1 കിലോഗ്രാം സ്റ്റീമിൽ. കാരണം 100 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഹീറ്റും അവിടെ ലിക്വിഡ് സ്റ്റേറ്റിനെ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 22.6 ഇൻറ്റു 10⁵ ജൂൾസ് ഉണ്ടാവും. അധികം ഏതിലുണ്ടാവും? സ്റ്റീമിലുണ്ടാവും. ഏതിനേക്കാൾ? വാട്ടറിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീം തട്ടിയുള്ള പൊള്ളലിന് സാധാരണ തിളച്ച വെള്ളം തട്ടിയുള്ള പൊള്ളലിനേക്കാൾ ആഘാതം കൂടും. ഇപ്പോൾ നമ്മൾ 17 ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് 18 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിലേതെങ്കിലും 4 ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 18ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. The acceleration of a body due to the force exerted by earth on it is known as acceleration due to gravity. Why does earth impart the same acceleration on all bodies? എല്ലാ വസ്തുക്കളിലും ഭൂമി ഒരേ ആക്സലറേഷൻ അതിൽ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന്. അപ്പോൾ ആ ആൻസർ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. 18ൽ A എന്നുള്ള ചോദ്യം നമുക്കറിയാം. G is equal to gm/r² ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ക്യാപിറ്റൽ G, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, മാസ് ഓഫ് ദി എർത്ത് ആൻഡ് റേഡിയസ് ഓഫ് ദി എർത്ത്. ഈ ഇക്വേഷനിൽ എവിടെയും സ്മോൾ ലെറ്റർ m ഇല്ല. ഏത് മാസിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മാസം അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയുന്നത് the G is independent on the mass of the
bodies. So earth impart same acceleration on all bodies. ഈ രീതിയിലാണ് നിങ്ങളത് ആൻസർ ചെയ്യേണ്ടത്. അടുത്ത് 18B. 18Bയിൽ ഷോ ഗ്രാഫിക്കലി ദ വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സ്ട്രെങ്ത് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് എർത്ത് ആൻഡ് ഔട്ട്വേർഡ്സ്. ആ ഗ്രാഫ് നിങ്ങൾ പഠിച്ചു വെക്കണം. വേരിയേഷൻ ഓഫ് ഡെപ്ത് ആൻഡ് ഹൈറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സ്ട്രെങ്ത്താണ്. ഫീൽഡ് സ്ട്രെങ്ത്തും ഇതിൻ്റെ റേഡിയസും തമ്മിലുള്ള ഒരു ഗ്രാഫാണിത്. സെൻറ്റർ ഓഫ് എർത്തിൽ നിന്ന് അപ് ടു ദ റേഡിയസ് ഓഫ് എർത്ത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ. ഈ ഗ്രാഫ് അപ് ടു ദ റേഡിയസ് ഓഫ് എർത്ത് എന്താണ്? ഈ ഗ്രാഫ് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരിക. ഇനി ഈ ഗ്രാഫ് റേഡിയസ് കഴിഞ്ഞാൽ പിന്നെ ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത് ടു ദി ഹൈറ്റ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെയാണ് റേഡിയസിന് ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, 19ാമത്തെ ചോദ്യം. ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മീൻ പൊസിഷൻ. എന്നുള്ള ചോദ്യം. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതൊരു ഓസിലേറ്ററിനെയും സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയാം. രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് സിമ്പിൾ പെൻഡുലം, മറ്റൊന്ന് മാസ് കണക്റ്റഡ് ടു എ സ്പ്രിംഗ്. അടുത്ത 19B. ഡിറൈവ് ഇക്വേഷൻസ് ഫോർ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓസിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷനാണ് x = a cos ωt. നമുക്ക് വെലോസിറ്റി കാണണം. എങ്ങനെ വെലോസിറ്റി കാണുക? dx/dt. അതായത് ഇപ്പോൾ ഞാൻ എഴുതിയ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നമുക്ക് കിട്ടും -ωa sin ωt. ഞാൻ കൂടുതൽ സ്റ്റെപ്പിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നിങ്ങൾ പഠിച്ചതാണ് -ωa sin ωt. ഇനി എന്താണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² ആണ്. സോ ½ × m × എന്താണ് വിൻ്റെ ഇക്വേഷൻ കിട്ടിയത്? -ωa sin ωt ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ½ × m × നെഗറ്റീവിൻ്റെ സ്ക്വയർ പോസിറ്റീവ്, ഒമേഗയുടെ സ്ക്വയർ a² sin² ωt. ഓക്കെ, നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി = ½ kx² ഈസ് ഈക്വൽ ടു ½ × k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു നോക്കിയാൽ k ഈസ് ഈക്വൽ ടു mω². നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. k ഈസ് ഈക്വൽ ടു mω². സോ ½ × k × kക്ക് പകരം എന്ത് കൊടുക്കുക? mω² × എക്സിന് പകരം എന്താണ് x? a cos ωt അതിൻ്റെ സ്ക്വയർ. സോ ½ × m × ω² × cos² ωt. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി നമ്മൾ ചെയ്യുന്ന സമയത്ത് ½ mω² a² എന്ന ആൻസർ കിട്ടും. ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു ½ ka². ഇതാണ് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡെറിവേഷൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അടുത്ത് 19C. 19Cയിൽ ഷോ ഗ്രാഫിക്കലി ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. ഈ പറഞ്ഞ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വരച്ചു നോക്കാം. ഇതാണ് നമ്മുടെ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഗ്രാഫാണ്. ഇത് ടോട്ടൽ എനർജിയാണിത്. ഇത് ടോട്ടൽ എനർജി. ഇത് എക്സ്ട്രീം പൊസിഷൻസ് ആണ്. -n + a. ഇത് മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? ഇത് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ്. എക്സ്ട്രീം പൊസിഷൻസിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണ്. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ടോട്ടൽ എനർജി. ഇങ്ങനെയാണ് നമ്മൾ 19ാമത്തെ ചോദ്യത്തെ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് 20th ക്വസ്റ്റ്യൻ. എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. വാട്ട് ഈസ് എ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ദി സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്? വേവ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ആണെങ്കിൽ ഇത് രണ്ടും നോഡാണ്. ഇതിനിടയ്ക്ക് ഇവിടെ വരുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡുള്ള പൊസിഷൻ ഇത് ആൻറ്റി നോഡാണ്. ഇതിലുണ്ടാവാവുന്ന ഫസ്റ്റ് വേവ് ഇങ്ങനെയായിരിക്കും. ഇത് ലെങ്ത്ത് തന്നിട്ടുണ്ട്. ദ ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് ഈസ് L. സോ ഒരു വേവിൻ്റെ പകുതിയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ L ഈസ് ഈക്വൽ ടു the half of the wavelength. So L is equal to λ/2 or lambda is equal to 2L. We know that the frequency nu is equal to v/λ. The frequency nu 0, that is a fundamental frequency, is equal to the velocity by the wavelength. That is velocity v divided by wavelength എത്രയാണ്? 2L. That is v/2L and it is known as the fundamental frequency.
ഇതാണ് ഈ സ്ട്രിങ്ങിൽ ഉണ്ടാവാവുന്ന ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. നെക്സ്റ്റ് ഇതാണ് ഒന്നാമത്തെ ചോദ്യം, ദാറ്റ് ഈസ് എ. ക്വസ്റ്റ്യൻ നമ്പർ എ ഇതാണ്. ഇനി അടുത്തത് വിത്ത് നീഡ് ടു ഡയഗ്രാം ഡിറൈവ് ഇക്വേഷൻസ് ഫോർ ദി സെക്കൻഡ് ആൻഡ് തേർഡ് ഹാർമോണിക്സ് ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇത് ഫണ്ടമെൻ്റലാണ്. ഇത് ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയും, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയും. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? സെക്കൻഡ് ആൻഡ് തേർഡ് ഹാർമോണിക്സ് ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഇനി ബി എന്നുള്ള ചോദ്യം ഞാനിവിടെ സോൾവ് ചെയ്യാം. ഇതേ സ്ട്രിങ് തന്നെ, ലെങ്ത് എൽ തന്നെയാണ്, അതിൽ മാറ്റമില്ല. പക്ഷേ ഇതിലുണ്ടാവാവുന്ന നെക്സ്റ്റ് വേവ് ഇങ്ങനെയായിരിക്കും, ഒരു ഫുൾ വേവ് ലെങ്ത്, ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു ലാംഡ. ബാക്കി ഡെറിവേഷൻസ് സെയിം ആണ്. സോ ന്യൂ ഈസ് ഈക്വൽ ടു ന്യൂ വൺ ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ, ദാറ്റ് ഈസ് വി ബൈ എൽ, ഓർ 2v/2l, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ദി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഇതാണ് സെക്കൻഡ് ഹാർമോണിക്. സെക്കൻഡ് ഹാർമോണിക്കിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതേ സ്ട്രിങ് തന്നെ വരയ്ക്കുക. ഇതിലെ ഒരു വേവിൻ്റെ പകുതിയാണ് ഉണ്ടായിരുന്നത്, ഇതിൽ മുഴുവൻ വേവാണെങ്കിൽ എൽ ഈക്വൽ ടു ലാംഡ. ബാക്കി ഡെറിവേഷൻസ് സെയിം ഫോർമാറ്റിൽ തന്നെ വരും. സോ വി ബൈ എല്ലിന് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2v/2l, 2 ഇൻറ്റു v/2l. എന്താണ് v/2l? ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് 2 ഇൻറ്റു ν0, ദാറ്റ് ഈസ് സെക്കൻഡ് ഹാർമോണിക്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദി തേർഡ് ഹാർമോണിക്. ഇത് എല്ല് തന്നെയാണ്. ഇതിനകത്ത് 3 വേവ് ഉൾക്കൊള്ളണം. സോ 1.5 വേവ്, ഒരു വേവ് കഴിഞ്ഞ് അടുത്തൊരു വേവും കൂടി ഉൾപ്പെടണം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3/2 ലാംഡ. ഇവിടെ λ/2 ആയിരുന്നു, ഇവിടെ ലാംഡയായിരുന്നു, ഇവിടെ 3/2 ലാംഡയാണ്. സോ എൽ ഈസ് ഈക്വൽ ടു 3/2 ലാംഡ, ഓർ ലാംഡ ഈസ് ഈക്വൽ ടു 2l/3. So frequency nu is equal to, or nu2 is equal to v by lambda, that is v by 2l/3, or 3v/2l, or 3 into nu0, and it is called the third harmonic. അതായത് 3 ഇൻറ്റു ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, 3 ഇൻറ്റു ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, ദിസ് ഈസ് തേർഡ് ഹാർമോണിക്. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഇങ്ങനെയാണ് നിങ്ങൾ 20ാമത്തെ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്തതായി 21ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്തതായി 21ാമത്തെ ചോദ്യമാണ്. എ ജാവലിൻ ത്രോൺ വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി v0 അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടൽ. അതിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ വെലോസിറ്റീസ് ഓഫ് ദ ബോഡി? എവിടെയൊക്കെ? അറ്റ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് അറ്റ് മാക്സിമം ഹൈറ്റ്. നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഇങ്ങനെയാണ് പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത്. ഇവിടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള പൊസിഷൻ, ഈ പൊസിഷനിൽ എന്തായിരിക്കും അതിൻ്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ വെലോസിറ്റി? കൂടാതെ അറ്റ് ദ മാക്സിമം ഹൈറ്റ് എന്തായിരിക്കും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ വെലോസിറ്റി? ഇതാണ് ചോദ്യം, എ എന്നുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് എടുക്കാം, ഇതിന് ഇനീഷ്യൽ വെലോസിറ്റി v ആണെങ്കിൽ, v എന്നുള്ള വെലോസിറ്റിയോട് കൂടിയാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ 2 കോമ്പണൻ്റ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. തീറ്റ എന്നുള്ളത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. സോ വി എക്സ് ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ ആൻഡ് വി വൈ ഈസ് ഈക്വൽ ടു വി സൈൻ തീറ്റ. അപ്പോൾ അറ്റ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ, ഒന്നാമത്തെ ചോദ്യം അതാണ്. അറ്റ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ എത്രയായിരിക്കും ഈ പറയുന്ന കോമ്പണൻസ്, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കോമ്പണൻ്റ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ വെലോസിറ്റീസ് ഓഫ് ദ ബോഡി അറ്റ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ? ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി v0 ആണ്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റയാണ്. സോ വി എക്സ് ഈക്വൽ ടു v0 കോസ് തീറ്റ, ദാറ്റ് ഈസ് എക്സ് അലോങ് ദി എക്സ് ഡയറക്ഷൻ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. വൈ ഡയറക്ഷനിൽ വി വൈ ഈസ് ഈക്വൽ ടു v0 സൈൻ തീറ്റ. ആ 2 കോമ്പണൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇതേ പാർട്ടികൾ ഇവിടെ എത്തുന്ന സമയത്ത്, ഇവിടെ എത്തുമ്പോൾ അതിന് ഏത് ഡയറക്ഷനിൽ മാത്രമേ മൂവ്മെൻ്റ് ഉള്ളൂ? എക്സ് ഡയറക്ഷനിൽ മാത്രമേ മൂവ്മെൻ്റ് ഉള്ളൂ, വൈ ഡയറക്ഷനിൽ മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് വൈൻ്റെ കോമ്പണൻ്റ് എന്താണ് ഇവിടെ? വി വൈ ഓൾറെഡി 0 ആയി കഴിഞ്ഞു. ഏത് കോമ്പണൻ്റ് മാത്രമാണുള്ളത്? വി എക്സ് മാത്രമാണുള്ളത്. എങ്ങനെ എഴുതാം? വി എക്സ് ഈക്വൽ ടു v0 കോസ് 0, ദാറ്റ് ഈസ് v0. വി വൈ ഈസ് ഈക്വൽ ടു v0 സൈൻ 0. സോ സൈൻ 0 ആണ്, അതുകൊണ്ട് വി വൈ എന്താണ്? 0 ആണ്. അപ്പോൾ അറ്റ് മാക്സിമം ഹൈറ്റിൽ വി എക്സ് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് v0യും വെർട്ടിക്കൽ കോമ്പണൻറ്റ് 0യും ആയിരിക്കും. ഇനി അടുത്ത് ഫൈൻഡ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അറ്റ് വിച്ച് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ജാവലിൻ ഈസ് ഈക്വൽ ടു ദ ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷനും ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷനും പഠിച്ചു വയ്ക്കുക. ആ 2 ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ബി എന്നുള്ള ചോദ്യം സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏത് ആംഗിളിലായിരിക്കും ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും ഈക്വൽ ആവുക? അപ്പോൾ ഞാൻ 2 ഇക്വേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ v0² sin 2θ/g ആൻഡ് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ
v0 സ്ക്വയർ സൈൻ തീറ്റ ബൈ 2g. ഇത് രണ്ടും ഈക്വേറ്റ് ചെയ്യുക. സോ v0 സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ g ഇസ് ഈക്വൽ ടു v0 സ്ക്വയർ 2g. v0 സ്ക്വയർ ക്യാൻസൽ ചെയ്തു, ജിയും ക്യാൻസൽ ചെയ്തു. എന്താണ് സൈൻ 2 തീറ്റ? 2 സൈൻ തീറ്റ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇവിടെ സൈൻ 2 തീറ്റയെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. ഇനി ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 4 സൈൻ തീറ്റ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ സൈൻ സ്ക്വയർ തീറ്റയിൽ ഒരു സൈൻ തീറ്റയും ഇതിലൊരു സൈൻ തീറ്റയും കട്ട് ചെയ്ത് പോകും. സോ ഇവിടെ ബാക്കി നമുക്ക് ഇവിടെ എഴുതാം 4 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഓർ 4 ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഓർ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4 ഓർ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 4. ടാൻ ഇൻവേഴ്സ് 4 എന്നുള്ള ആംഗിൾ ഓഫ് പ്രൊജക്ഷനിലാണ് ഈ പറയുന്ന ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും ഈക്വലായി വരിക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ 22ാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദി ടവർ ഓഫ് ഹൈറ്റ് h. സ്റ്റേറ്റ് വർക്ക് എനർജി തിയറം. എല്ലാവരും പഠിച്ചു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ വർക്ക് ഡൺ. കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്ന തിയറത്തെ നമ്മൾ പറയുന്നതാണ് വർക്ക് എനർജി തിയറം. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഒരു വസ്തു താഴേക്ക് വീഴുന്ന സമയത്ത് അവിടുത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. സ്ഥിരം ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ ചോദ്യമാണ് ഇവിടെ 22B ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 3 പൊസിഷൻസാണ് എ ബി സി. വസ്തു എയിൽ നിന്ന് സിയിലേക്ക് ഗ്രൗണ്ടിലേക്ക് വരികയാണ്. എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം h ആണ്, എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം x ആണ്. സോ 3 ലൊക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എ ബി സി. എ എന്നുള്ള പൊസിഷനിലുള്ള അതേ മെക്കാനിക്കൽ എനർജി തന്നെയായിരിക്കും ബി എന്നുള്ള പൊസിഷനിൽ അതേ മെക്കാനിക്കൽ എനർജി തന്നെയായിരിക്കും സിയിലെത്തുമ്പോഴും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ കൺസർവേഷൻ ഓഫ് എത്രയാണ് പൊട്ടൻഷ്യൽ എനർജി, എത്രയാണ് കൈനറ്റിക് എനർജി? നമ്മൾ എ എന്നുള്ള പോയിന്റിൻ്റെയാണ് പരിഗണിക്കുന്നത്. എ എന്നുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്ര, കൈനറ്റിക് എനർജി എത്ര? എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ? mgh. സോ m ഇൻറ്റു ജി ഇൻറ്റു എച്ച്. കാരണം എ എന്നുള്ളത് ഗ്രൗണ്ടിൽ നിന്ന് h ഹൈറ്റ് അകലെയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. ഈ പറയുന്ന വസ്തുവിൻ്റെ മാസ് m ആണ്. സോ mgh. എ എന്നുള്ള പൊസിഷനിൽ വസ്തു റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. So total energy is the sum of potential plus kinetic, or the answer is mgh. Total energy എയിലുള്ള എത്രയാണ്? mgh ആണ്. ഇനി അടുത്ത് നമ്മൾ ബി എന്നുള്ള കേസ് നോക്കുകയാണ്. ബി എന്നുള്ള കേസിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് നമുക്ക് നോക്കണം. സോ ബി എന്നുള്ള കേസിൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mg ഇൻറ്റു എത്രയാണ് ഇവിടുത്തെ ഹൈറ്റ്? h മൈനസ് എക്സ് ആണ്. h മൈനസ് എക്സ്. കാരണം എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം x ആണെങ്കിൽ ബാക്കിയുള്ള ദൂരം എത്രയായിരിക്കും? h മൈനസ് എക്സ്. സോ mg ഇൻറ്റു h മൈനസ് എക്സ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നമുക്കറിയില്ല, ഹാഫ് mv² ആണ്. പക്ഷെ v സ്ക്വയറിൽ നമുക്ക് v കാണണം. എങ്ങനെ v കണ്ടുപിടിക്കാം? v² മൈനസ് u² ഈക്വൽ ടു 2ax നമ്മൾ പഠിച്ചിട്ടുണ്ട്. v² മൈനസ് u² ഈക്വൽ ടു 2as ആണ്. വസ്തു റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് u എന്തായിരിക്കും? 0 ആയിരിക്കും. v² ഈക്വൽ ടു 2 ഇൻറ്റു ജി ഇൻറ്റു എത്ര ദൂരം സഞ്ചരിച്ചു? x ദൂരം സഞ്ചരിച്ചു. സോ v² ഈക്വൽ ടു 2gx. അത് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഹാഫ് ഇൻറ്റു m ഇൻറ്റു v²ന് പകരം 2gx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റും ക്യാൻസലായി. ആൻസർ എന്ത് കിട്ടി? mgx. ഇനി നമുക്ക് ടോട്ടൽ എനർജി കാണണം. ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ ഓർ പൊട്ടൻഷ്യൽ പ്ലസ് കൈനറ്റിക്. ദാറ്റ് ഈസ് mg ഇൻറ്റു h മൈനസ് എക്സ് പ്ലസ് mgx. ദാറ്റ് ഈസ് mg ഇൻറ്റു h മൈനസ് mg ഇൻറ്റു എക്സ് പ്ലസ് mg ഇൻറ്റു എക്സ്. mgxും ക്യാൻസലായി. വീണ്ടും നമുക്ക് എന്ത് ആൻസർ കിട്ടി? mgh കിട്ടി. ഇതേ mgh ആണ് നമുക്ക് ഇവിടെയും കിട്ടിയുള്ളത്. അപ്പോൾ എയിലും ബിയിലും നമുക്ക് mgh കിട്ടി. ഇനി അടുത്ത് ഏത് കാണണം? നമുക്ക് സി എന്നുള്ള പോയിന്റിലുള്ള ടോട്ടൽ എനർജി കാണണം. അപ്പോൾ സി എന്നുള്ള പോയിന്റ് ഗ്രൗണ്ടാണ്. സോ ഗ്രൗണ്ട് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? mg ഇൻറ്റു ഹൈറ്റ് എത്രയാണ് ഇവിടെ? 0 ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0. ഇനി കൈനറ്റിക് എനർജി കാണണം. എന്താണ് കൈനറ്റിക് എനർജി? ഹാഫ് mv² ആണ്. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ എഴുതിയത് v² മൈനസ് u² ഈക്വൽ ടു 2as. ദാറ്റ് ഈസ് വീണ്ടും ഇനീഷ്യൽ വെലോസിറ്റി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ v² മൈനസ് 0 ഈക്വൽ ടു 2 ഇൻറ്റു ജി ഇൻറ്റു എത്ര ദൂരം സഞ്ചരിച്ചു? h ദൂരം സഞ്ചരിച്ചു. സോ ഇൻറ്റു h. സോ v² ഈക്വൽ ടു
V square equal to 2gh. അപ്പോൾ kinetic energy എന്തായിരിക്കും? Kinetic energy is equal to half into m into 2gh. That is 2 and 1/2 gets cancel each other. So വീണ്ടും kinetic energy നമുക്ക് എന്ത് കിട്ടി? mgh എന്ന് കിട്ടി. kinetic energy mgh ആണ്. kinetic energy ഇവിടെ mgh എന്ന് കിട്ടി. So total energy is the sum of kinetic plus potential. Total energy potential എത്രയാണ്? 0 plus mgh. That is again the answer is mgh. So the mechanical energy is conserved in the case of a free falling body. കാരണം എയിലും ബിയിലും സിയിലും mgh തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അത് പഠിക്കണം. അടുത്ത 22 സിയിലേക്ക് പോവാണ്. ഡ്രോ ദ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി വിത്ത് ഹൈറ്റ് ഓഫ് എ സ്റ്റോൺ. ഡ്രോ ദ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി വിത്ത് ഹൈറ്റ് ഓഫ് ദി സ്റ്റോൺ. ഇനി നോക്കുക, നമ്മളെ എനർജിയും ഹൈറ്റും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സിയിൽ. നിലവിലത് 0 ഗ്രൗണ്ട് പൊസിഷനിലാണെങ്കിൽ ഗ്രൗണ്ട് പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. മാക്സിമം ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണ്. ഈ ലൈൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി കൂടുന്നതിനനുസരിച്ച് ഏത് എനർജി കുറയും? കൈനറ്റിക് എനർജി കുറയും. ഇത് കൈനറ്റിക് എനർജിയാണ്, കെ ആണ്. കെ ഇ പ്ലസ് പി ആണ് ടോട്ടൽ എനർജി. നമ്മൾ നേരത്തെ കേസിൽ എ ബി സിയിലൊക്കെ mgh കിട്ടാൻ കാരണം കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും എവിടെ? ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന സമയത്ത്. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും എവിടെ? മാക്സിമം ഹൈറ്റിൽ. അപ്പോൾ ഈ ഗ്രാഫാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ദാറ്റ് ഈസ് എ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി വിത്ത് ദി ഹൈറ്റ് ഓഫ് ദി സ്റ്റോൺ. അപ്പോൾ നമ്മൾ 22 ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് 23 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങൾക്ക് 5 മാർക്കാണ്. അതിലേതെങ്കിലും 3 ചോദ്യങ്ങളാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 23ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. The moment of inertia of a thin rod of mass m and length l about an axis perpendicular to the rod at its midpoint is ml square by 12. What is the radius of gyration in the above case? എന്താണ് radius of gyration? നമുക്കറിയാം. ഇവിടെ ml square by 12 എന്ന് തന്നിട്ടുണ്ട്. What is the radius of gyration in the above case? ഈ കേസിൽ radius of gyration എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ radius of gyration ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. I is equal to mk square എന്നാണ് ഇക്വേഷൻ. ഇവിടെ k എന്നുള്ളത് റേഡിയസ് ഓഫ് ജിറേഷൻ ആണ്. സോ k സ്ക്വയർ ഈസ് ഈക്വൽ ടു I by m ഓർ k ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I by m. ഇത് പഠിച്ചു വയ്ക്കുക. ഇനി ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് തന്നിട്ടുണ്ട്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ എത്രയാണ്? ml സ്ക്വയർ ബൈ 12 ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് ഓഫ് ജിറേഷൻ കാണാം. സോ k ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ml സ്ക്വയർ ബൈ 12 ഇൻറ്റു 1 by m. സോ root of L square by 12 or answer is L by root 12. Radius of gyration വാല്യൂ കിട്ടി. L by root 12 എന്നുള്ള വാല്യൂവിലായിരിക്കും ഈ പറയുന്ന radius of gyration സ്ഥിതി ചെയ്യുന്നത്. Okay, a student has to find the moment of inertia about a rod about an axis AB perpendicular to the rod and passing through its one end. Name and state the law. നമുക്കറിയാം ഈ പറയുന്ന ഇതാ റോഡാണ്. ഈ റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഈ ആക്സിസിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട് ml സ്ക്വയർ ബൈ 12. ഈ ആക്സിസിന് പാരലായിട്ട് മറ്റൊരു ആക്സിസിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ടു പാരലൽ ആക്സിസ്. സോ ഏത് ലോയാണ് ഒബേ ചെയ്യുന്നത്? പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറമാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് സ്റ്റേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളവിടെ എഴുതണം. യൂസിങ് ദിസ് തിയറം ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റോഡ് എബൌട്ട് AB. 23ാമത്തെ സി എന്നുള്ള ചോദ്യമാണ്. യൂസിങ് ദിസ് തിയറം ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റോഡ് എബൌട്ട് AB. AB എന്നുള്ള പുതിയ ആക്സിസിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയെന്നാണ് ചോദ്യം. കറക്റ്റ് സെൻറ്ററിലൂടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം ml സ്ക്വയർ ബൈ 12 ആണ്. മൊത്തം റോഡിൻ്റെ ലെങ്ത് L ആണ്. അപ്പോൾ അതിൻ്റെ പകുതി വരെയുള്ള ദൂരം L by 2 ആണ്. എന്താണ് പാരലൽ ആക്സിസ് തിയറത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്? I dash is equal to I0 plus MA square എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. where m is the mass of the rod and a is the distance between the two axes. രണ്ട് ആക്സസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് a എന്നുള്ളത്. ഇവിടെ എത്രയാണ്? ഇവിടെ L by 2 ആണ്. സോ I dash is equal to I0 എത്രയാണ്? ml square by 12 plus m into L by 2 the whole square. That is L by 2 എന്നുള്ള രണ്ട് ആക്സസുകൾ തമ്മിലുള്ള ദൂരമാണ്. സോ ml square by 12 plus ml square by 4. So the answer is I dash is equal to
4 ml square plus 12 ml square by 48, or the answer is 16 ml square by 48, or it is equal to ml square by 3. ml square by 3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ പുതിയ എ ബി എന്നുള്ള ആക്സസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എത്രയായിരിക്കും? ml square by 3 ആയിരിക്കും. അടുത്ത ചോദ്യം, കാർനോട്ട്സ് എഞ്ചിൻ, 24ാമത്തെ ചോദ്യമാണ്. കാർനോട്ട്സ് എഞ്ചിൻ ഈസ് കൺസിഡേർഡ് ആസ് എൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ. ഡ്രോ ദ പി വി ഗ്രാഫ് ഓഫ് കാർനോട്ട് സൈക്കിൾ. അതുകൊണ്ട് കാർനോട്ട് സൈക്കിളിൻ്റെ ഗ്രാഫ് നിങ്ങളോട് വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ ഗ്രാഫിൽ 4 സ്റ്റേജുകളാണുള്ളത്. ഐസോതെർമൽ എക്സ്പാൻഷൻ, ഐഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് ഐഡിയബാറ്റിക് കംപ്രഷൻ. വളരെ പ്രധാനപ്പെട്ട കാർനോട്ട്സ് എഞ്ചിൻ്റെ ഗ്രാഫാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ഗ്രാഫാണ് നിങ്ങൾ ഈ പറയുന്ന 24ാമത്തെ ക്വസ്റ്റ്യനിൽ എ എന്നുള്ള ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത, ഡിറൈവ് ആൻ ഇക്വേഷൻ ടു ഫൈൻഡ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐഡിയബാറ്റിക് പ്രോസസ്സ്. ഐഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ, അതിൻ്റെ ഡെറിവേഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 24ാമത്തെ ബി എന്നുള്ള ചോദ്യം വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐഡിയബാറ്റിക് പ്രോസസ്സാണ്. P1 V1 T1 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് P2 V2 T2 എന്നുള്ള സ്റ്റേറ്റിലേക്കുള്ള ഒരു ഐഡിയബാറ്റിക് ട്രാൻസിഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഓർക്കുക, ഫോർ എൻ ഐഡിയബാറ്റിക് കേസ്, ഫോർ എൻ ഐഡിയബാറ്റിക് പ്രോസസ് പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇത് പഠിച്ചു വയ്ക്കുക. പി വി ഈസ് എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐസോതെർമലാണ്. ഇവിടെ പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐഡിയബാറ്റിക് ആണ്. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെറിവേഷൻ വലിയൊരു ഡെറിവേഷനാണ്. ഞാൻ ആ ഡെറിവേഷൻ്റെ ഡീറ്റെയിൽ സ്റ്റെപ്പിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടും W ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 1/1 മൈനസ് ഗാമ ഇൻറ്റു P2 V2 മൈനസ് P1 V1. ഇവിടെ ഇക്വേഷനിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി വി ഈസ് ഈക്വൽ ടു മ്യൂ ആർ ടി. ഇവിടെ P2 V2 ആയതുകൊണ്ട് മ്യൂ ആർ T2 എന്ന് വരും. P1 V1 ആയതുകൊണ്ട് മ്യൂ ആർ T1 എന്ന് വരും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മ്യൂ ആർ കോമൺ ആയി പുറത്ത് എഴുതുക. ദാറ്റ് ഈസ് മ്യൂ ആർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ ഇൻറ്റു T2 മൈനസ് T1. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടേണ്ട ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഇതാണ്, ഈ ഒരു ഡെറിവേഷനാണ് നിങ്ങളോട് 24B എന്നുള്ള ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും കൃത്യമായി പഠിച്ച് എഴുതണം. അടുത്തത് 24C എന്നുള്ള ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ഐസ് പോയിൻ്റ് ആൻഡ് സ്റ്റീം പോയിൻ്റ്. ഐസ് പോയിൻ്റ് എന്നാൽ 0 ഡിഗ്രി സെൽഷ്യസ്, സ്റ്റീം പോയിൻ്റ് എന്നാൽ 100 ഡിഗ്രി സെൽഷ്യസ്. നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട്സ് എഞ്ചിൻ നമുക്കറിയാം ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. ഇവിടെ T1 നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 100 ഡിഗ്രി സെൽഷ്യസ്, സ്റ്റീം പോയിൻറ്റ്. നമ്മളതിനെ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 100 + 273 ദാറ്റ് ഈസ് 373 കെൽവിൻ. T2 എന്നുള്ളത് ഐസ് പോയിൻ്റ് ആണ്, 0 ഡിഗ്രി സെൽഷ്യസ്. സോ അതിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 273 കെൽവിൻ. ഇനി എങ്ങനെ എഫിഷ്യൻസി കാണാം? 1 മൈനസ് T2 ബൈ T1. T2 ഈക്വൽ ടു 273 കെൽവിൻ ആൻഡ് T1 ഈക്വൽ ടു 373 കെൽവിൻ. സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.27 എന്ന ആൻസർ കിട്ടും. നമ്മളതിൻ്റെ പെർസെൻറ്റേജിലേക്ക് എഫിഷ്യൻസി മാറ്റുന്ന സമയത്ത് 0.27 × 100 ദാറ്റ് ഈസ് 27% എഫിഷ്യൻസിയാണ് ആ എഞ്ചിന് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ 24ാമത്തെ ചോദ്യത്തെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അടുത്തത് 25ാമത്തെ ചോദ്യമാണ്. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഇൻ എ സ്റ്റഡി ഫ്ലോ ആസ് ഷോൺ. അതായത് ഈ തന്നിരിക്കുന്ന മാതൃകയിൽ ഈ ചിത്രത്തിൽ തന്ന പോലെ ഒരു ഇൻകംപ്രസിബിൾ, നമുക്കറിയാം ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആണ്, ഗ്യാസ് കംപ്രസിബിൾ ആണ്. An incompressible fluid is flowing through a pipe in a steady flow as shown. ബെർണോളിസ് തിയറം ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഫ്ലൂയിഡ്സിലെ ഒരു ചോദ്യമാണ് ബെർണോളിസ് തിയറം. ഒരു നോൺ വിസ്കസ് ആയിട്ടുള്ള ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡിൽ ടോട്ടൽ എനർജി, കൺസർവേഷൻ ഓഫ് എനർജിയെക്കുറിച്ചാണ് ബെർണോളിസ് തിയറം പറയുന്നത്. എന്തൊക്കെ ടൈപ്പ് എനർജിയാണുള്ളത്? ഒന്ന് പ്രഷർ എനർജി, ഒന്ന് പൊട്ടൻഷ്യൽ എനർജി, ഒന്ന് കൈനറ്റിക് എനർജി. ഈ മൂന്നും കോൺസ്റ്റൻ്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദി ലെങ്ത് ഓഫ് ദി പൈപ്പ്. പക്ഷേ ഒറ്റ കാര്യം മാത്രം, അവിടെ ഒരു സോഴ്സും ഒരു സിങ്കും മാത്രമേ ഇതിനിടയ്ക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ബെർണോളിസ് തിയറത്തിൻ്റെ ഡെറിവേഷൻ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഞാനത് ഡെറിവേഷൻ നമ്മുടെ ആൻസർ കീയിൽ കൃത്യമായി ഞാൻ അതിൻ്റെ സ്റ്റെപ്പുകൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഓക്കെ, റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറത്തിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. എയറോഫോയിൽ എന്നുള്ളത്, അറ്റോമൈസർ, എയറോഫോയിൽ, ഇതൊക്കെ ബെർണോളിസ് തിയറത്തിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. നമുക്ക് 2 ആപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് എയറോഫോയിൽ, രണ്ടാമത്തത് അറ്റോമൈസർ, സ്പ്രേ ബോട്ടിലിൻ്റെ വർക്കിംഗ്. ഇതാണ് അറ്റോമൈസർ. അപ്പോൾ അറ്റോമൈസറും എയറോഫോയിലും നമുക്ക് 2 ഉദാഹരണങ്ങളായി എഴുതാം. ടോറിസെല്ലീസ് ലോ, ഇതൊക്കെ നമുക്കതിന് ആപ്ലിക്കേഷൻസായി നമുക്ക് എഴുതാൻ സാധിക്കുന്നവയാണ്. അടുത്ത 26ാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്
ഗ്യാസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ. എ എന്നുള്ള ചോദ്യം, സ്റ്റേറ്റ് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി? ടോട്ടൽ എനർജി എന്നുള്ളത് വേരിയസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ഈക്വലായി ഈക്വലായി പാർട്ടീഷൻ ചെയ്യപ്പെടുകയാണ്. ഓരോ മോഡിലും ഹാഫ് KBT വെച്ച് ഈക്വലായി സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു ലോക്ക് അല്ലെങ്കിൽ ആ എനർജിയുടെ ആ പ്രിൻസിപ്പിളിനാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുക. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൃത്യമായി പഠിച്ചു വയ്ക്കുക. വാട്ട് ഡു യു മീൻ ബൈ മീൻ ഫ്രീ പാത്ത്? എന്താണ് മീൻ ഫ്രീ പാത്ത്? ഒരുപാട് കൊളീഷൻ നടക്കുകയാണ്. ഈ കൊളീഷനിടയ്ക്ക് ഒരു മോളിക്യൂൾ നീങ്ങുന്ന ശരാശരി ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുക? മീൻ ഫ്രീ പാത്ത് എന്ന് പറയുക. മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾ ഡ്യൂറിങ് സക്സസീവ് കൊളീഷൻ ഈസ് കോൾഡ് മീൻ ഫ്രീ പാത്ത്. ഒരുപാട് കൊളീഷനിടയ്ക്ക് ഒരു മോളിക്യൂൾ നീങ്ങുന്ന ശരാശരി ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുക? മീൻ ഫ്രീ പാത്ത് എന്ന് പറയുക. ആ മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. മീൻ ഫ്രീ പാത്ത് L = 1/n/d². നമുക്കതിൻ്റെ ഡെറിവേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫൈനൽ ഇക്വേഷൻ മാത്രമാണ് ഈ ചോദ്യത്തിൽ ഇവിടെ ചോദിച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഇക്വേഷൻ കൃത്യമായി ഒന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത 26ാമത്തെ C എന്നുള്ള ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ഫോർ എ റിജിഡ് ഡയാറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ ഈസ് 7/5. പ്രൂവ് ദാറ്റ് ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് CP/CV കാണാനാണ് ചോദ്യം. ഫോർ എ റിജിഡ് ഡയാറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ ഡയാറ്റോമിക്കിൽ തന്നെ നമ്മൾ 2 കേസുകൾ നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്. ഒന്ന് റിജിഡ് എന്നുള്ള കേസും ഒന്ന് നോൺ റിജിഡ് എന്നുള്ള കേസും. ഇവിടെ റിജിഡ് എന്നുള്ള കേസിൻ്റെ ഡയാറ്റോമിക് ഗ്യാസ് മോളിക്യൂളിൻ്റെ CP/CVയുടെ വാല്യൂ 7/5 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ നമുക്കതൊന്ന് ബോർഡിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഡയാറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ റിജിഡാണ്. ഈ റിജിഡ് ഡയാറ്റോമിക് ഗ്യാസ് മോളിക്യൂളിന് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവുമാണുള്ളത്. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, എക്സിലും വൈയിലും സെറ്റിലും ഇതിനെ നീങ്ങാം. അതുപോലെ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ് ഈ ഡയാറ്റോമിക് മോളിക്യൂൾ, റിജിഡ് ആയിട്ടുള്ള ഡയാറ്റോമിക് മോളിക്യൂളിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പ്രകാരം ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും ഹാഫ് KBT വെച്ച്, അപ്പോൾ ടോട്ടൽ എനർജി എത്രയായിരിക്കും? 5/2 KBT. ഇതായിരിക്കും ഇതിൻ്റെ ടോട്ടൽ എനർജി. നൗ വി ആർ കൺസിഡറിങ് 1 mole of diatomic molecules. 1 mole of diatomic molecule എങ്ങനത്തെ? റിജിഡ്. So 1 mole of diatomic molecule contain Avogadro number of particle. So Avogadro number of particle into the energy of 1 molecule, that is 5/2 KBT. So KB into Na. KB എന്നുള്ളത് ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. So Boltzmann constant into Avogadro number is equal to universal gas constant, that is 5/2 RT. So U is equal to 5/2 RT. U is equal to 5/2 RT. ഇനി സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, ദാറ്റ് ഈസ് ഈക്വൽ ടു du/dt അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഈസ് ഈക്വൽ ടു, നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആൻസർ 5/2 R എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ du/dt അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, CV എന്നാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയമാണ്. നമ്മൾ ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5/2 R എന്ന് കിട്ടും. ഇനി എന്താണ്? CP - CV = R ആണ്. ഇവിടെ നമുക്ക് CV കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് CP കാണണം. എങ്ങനെ CP കാണും? CP - CV എത്രയാണ്? 5/2 R ഈസ് ഈക്വൽ ടു R. സോ CP ഈസ് ഈക്വൽ ടു R plus 5/2 R. It is equal to 7/2 R. So CPയും കിട്ടിക്കഴിഞ്ഞു, CVയും കിട്ടിക്കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ എങ്ങനെ CP/CV കാണാം? CP/CV is equal to, CP എത്രയാണ്? 7/2 R divided by 5/2 R. So 1/2 R 1/2 R ക്യാൻസൽ ചെയ്തു. ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടി? 7/5 എന്ന് കിട്ടി. ഇത് പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ 26ാമത്തെ C എന്നുള്ള ചോദ്യം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ ചോദ്യങ്ങളും 26 ചോദ്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചില വലിയ ചോദ്യങ്ങൾ, ചില നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട ചില ഡെറിവേഷൻ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ബോർഡിൽ എഴുതാത്തത്. ബാക്കി എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. SM ഫിസിക്സ് ഓൺലൈൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ഇത്രയും നേരം വീക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും നല്ലൊരു പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇന്നേക്ക് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും SM ഫിസിക്സ് ഓൺലൈനിലൂടെ കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ്.